ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിൻ്റെ 95-ാമത്തെയും 96-ാം ദിവസത്തെയും അനാലിസിസ് നമ്മൾ ഒരുമിച്ചാണ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ 2 സ്പെഷ്യൽ എപ്പിസോഡ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, അക്ബറിന് വേണ്ടിയിട്ടും നെവിന് വേണ്ടിയിട്ടും. നമ്മൾ ഈ ഫൈനൽ 6ലേക്ക് വന്നിട്ടുള്ള ആളുകളെക്കുറിച്ച് ഓരോരുത്തരെക്കുറിച്ചും സ്പെഷ്യൽ വീഡിയോസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ബാക്കി നിൽക്കുന്ന 2 വീഡിയോസായിരുന്നു. അത് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യപ്പെടണമായിരുന്നു. സോ ആ വീഡിയോൻ്റെ ഒരു വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് ഇന്നലത്തെ ഡെയിലി അനാലിസിസ് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ അതിനും കൂടി ചേർത്ത് ഇന്നത്തെ ദിവസം ഒരു 1.5 ദിവസമായിരുന്നു, 96-ാമത്തെ ദിവസം. നിങ്ങൾ കർമ്മയിൽ വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പോൾ എല്ലാവരും കർമ്മയിൽ വിശ്വസിക്കണമെന്നില്ല. ഞാനാണെങ്കിലും ഈ നടക്കാൻ പോകുന്നത് മുഴുവൻ മുൻകൂട്ടി എഴുതി വെച്ചിട്ടുണ്ട്, അതിങ്ങനെ ആയിരിക്കും, കർമ്മഫലം പോലെ വരും എന്നൊക്കെ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. സംഭവം നടന്നു കഴിയുമ്പോൾ അപ്പോൾ ഇതൊരു കാലത്തിൻ്റെ കാവ്യനീതി പോലെ സംഭവിച്ചു എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. രണ്ടാണെങ്കിലും എൻഡ് ഓഫ് ദ ഡേ പരിപാടിയൊക്കെ ഒന്നാണ്. അങ്ങനെ കർമ്മയിൽ വിശ്വസിക്കുന്ന ആളുകൾക്കും കാലത്തിൻ്റെ കാവ്യനീതി എന്നതിനെ വിലയിരുത്താൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ സമ്മതിച്ചു കൊടുക്കാൻ തോന്നുന്ന ഹൈലി സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു, അല്ലെങ്കിൽ ഒരു എൻഡിങ് ആയിരുന്നു ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിൻ്റെ 96-ാമത്തെ ദിവസം. ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തത് എവിടെ നിന്നാണ് എന്ന് ആലോചിക്കുമ്പോൾ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം സ്വാർത്ഥതയിൽ ഊന്നി നിൽക്കുന്ന, ഒരാത്മാർത്ഥതയുമില്ലാത്ത, ഏത് നിമിഷവും ഒരണലി തിരിഞ്ഞു കൊത്തുന്ന വേഗതയിൽ ഏത് ഡയറക്ഷനിലേക്കും തിരിഞ്ഞു കൊത്താൻ തയ്യാറായിട്ടിരിക്കുന്ന, മറ്റുള്ളവരെ ബുള്ളി ചെയ്യാൻ വേണ്ടി മാത്രം ഉണ്ടാക്കപ്പെടുന്ന ചില ഫ്രണ്ട്ഷിപ്പുകളില്ലേ, ആ ഫ്രണ്ട്ഷിപ്പുകളുടെ അവസാനം ഏതാണ്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഈ ഒരു എപ്പിസോഡ് ഉണ്ടല്ലോ, 96-ാമത്തെ എപ്പിസോഡ്, അത് ഈ എൻറ്റയർ സീസണിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എപ്പിസോഡാണ്. ഒരു പാഠപുസ്തകം പോലുള്ളൊരു എപ്പിസോഡാണ്. എത്ര വൃത്തികേട് കാണിച്ചാലും, അത് എത്ര ഉയരത്തിൽ ഉയർന്ന് പറക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാലും, അതിനുവേണ്ടി നിങ്ങൾ എന്തൊക്കെ സ്വരുക്കൂട്ടി വെച്ചിട്ട് ആളുകളെ ആക്രമിക്കാനും മോശക്കാരാക്കി തീർക്കാനും ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിലും അത് ചെന്ന് അവസാനിക്കാൻ പോകുന്നത് ഈ ഒരു എപ്പിസോഡിലാണ്. എത്രത്തോളം അനീതി നേരിട്ടു എന്ന് പറഞ്ഞാലും, എത്രയൊക്കെ നിങ്ങളെ തകർക്കാൻ നോക്കി എന്ന് പറഞ്ഞാലും, നിങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ നോക്കി എന്ന് പറഞ്ഞാലും, നിങ്ങൾക്കെതിരെ ഏറ്റവും മോശം ആരോപണങ്ങൾ ഉന്നയിച്ച് നിങ്ങളുടെ കുടുംബാംഗങ്ങളെ പോലും ദ്രോഹിക്കുന്ന രീതിയിൽ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും അവസാനം നിങ്ങളെ കാത്തിരിക്കുന്നതും ഇതുപോലൊരു എപ്പിസോഡാണ്. ദിസ് ഈസ് ആക്ച്വലി എ ക്ലോഷർ ഫോർ ബിഗ് ബോസ് സീസൺ 7 മലയാളം. ഇനിയിപ്പോൾ ഫിനാലെയാണ് പല ആൾക്കാർക്കും ബിഗ് ബോസിൻ്റെ ഒരു ക്ലോഷർ എന്ന് പറയുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു നല്ല ക്ലോഷർ കിട്ടിയ സന്തോഷമുണ്ട്. എല്ലാ കരുക്കളും ഒരു ചെസ് ബോർഡിലെ എല്ലാ കരുക്കളും കൃത്യമായ പൊസിഷനിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പണ്ട് വട്ട് കളിക്കുന്ന ആളുകൾക്ക് മറ്റേ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അടിക്കില്ലേ, അത് കളിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം എല്ലാം കറക്റ്റായിട്ടൊരു, അത് വീഴേണ്ട ഹോളിലൊക്കെ ചെന്ന് വീണിട്ട് അങ്ങനെ നിൽക്കുന്ന കാണുമ്പോഴുള്ള ഒരു തൃപ്തിയില്ലേ, ആ തൃപ്തി തന്ന എപ്പിസോഡാണ് ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിൻ്റെ ഈ 96-ാമത്തെ എപ്പിസോഡ്. ഇത്രയൊക്കെ കേൾക്കുമ്പോൾ നീ ഇങ്ങനെ ഇരുന്ന് ഡയലോഗ് അടിക്കാതെ തുടക്കം മുതൽ അങ്ങ് പറ എന്നാണെങ്കിൽ കുറച്ച് മുൻപേന്നേ നമുക്ക് തുടങ്ങേണ്ടി വരും. ഇറ്റ് ഓൾ ബിഗിൻസ് വിത്ത് 4 പേരുടെ സൗഹൃദമാണ്. അനുമോൾ, ശൈത്യ, ആദില, നൂറ. ഈ 4 പേരുടെ സൗഹൃദത്തിനിടയിലേക്ക് കുറച്ച് കഴിഞ്ഞാണ് ഷാനവാസൊക്കെ കടന്നു വരുന്നത്. അപ്പോഴേക്കും ആ 4 പേർക്കിടയിലുള്ള ഡൈനാമിക്സിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വന്നിരുന്നു. ഈ 4 പേരുടെയും പ്രൈമറി ടാർഗറ്റ് അക്ബറായിരുന്നു. ഏത് വിധേനയും അക്ബറിനെ തകർക്കുക എന്നുള്ളത്. പിന്നെ ഇവരുടെ ഇടക്കാല ടാർഗറ്റുകളായിട്ട് ആര്യൻ, ജിസൈൽ കടന്നു വന്നിട്ടുണ്ടായിരുന്നു, അപ്പാനി ശരത്തുണ്ടായിരുന്നു, നെവിനുണ്ടായിരുന്നു, വേറെയും ചില ചെറിയ ടാർഗറ്റ് പരിപാടികൾ ഉണ്ടായിരുന്നെങ്കിലും മെയിൻ ടാർഗറ്റുകളെന്ന് നമുക്ക് ഇവരെ തന്നെ വിളിക്കാം. ഈ 4 പേര് തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ മനസ്സിനെയും ഒരുപക്ഷെ ശരീരത്തിനെയും പുറത്തിരിക്കുന്ന അവരുടെ ബന്ധുക്കളുടെയും അവരുടെ മാനസികാവസ്ഥയും വരെ ഏറ്റവും മോശമായി ടാർഗറ്റ് ചെയ്ത് ഏറ്റവും മോശാവസ്ഥയിലേക്ക് എത്തിക്കാൻ മുന്നിൽ നിന്നിട്ടുള്ളയാൾ അത് അനുമോൾ തന്നെയാണ്. ഈ 4 പേരും കൂടി നിരവധി പ്ലാനുകൾ ഉണ്ടാക്കി. മൈക്ക് ഊരി വെച്ചുള്ള ചർച്ചകൾ, ആംഗ്യഭാഷ, ഐലൈനർ കൊണ്ട് ടിഷ്യൂ പേപ്പറിൽ എഴുതി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു, നോമിനേഷൻ വരെ ഡിസ്കസ് ചെയ്യുന്നു, ഡ്രസ്സിങ് റൂമിൽ കൂട്ടമായി കയറി കൈകൊണ്ട് എഴുതി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അങ്ങനെ ബിഗ് ബോസിൻ്റെ സകലമാന റൂൾസും തെറ്റിച്ചുകൊണ്ട് ഏറ്റവും മോശം പ്ലാനിങ്ങുകൾ കൊണ്ട് തങ്ങളുടെ ഓപ്പോണൻസിനെ ഏത് വിധേനയും തകർക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് ഇവരുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ ആ പ്ലാനിങ്ങിൽ ഒരു സ്ഥലത്ത് പോലും ആർക്കും ഒരു കുറ്റബോധം ഉണ്ടായിരുന്നില്ല. പ്ലാൻ ഇട്ടവർക്കും അത് കേട്ടുകൂട്ടുനിന്നവർക്കും കണ്ടുകൂട്ടുനിന്നവർക്കും ചെയ്തവർക്കും ചെയ്യിപ്പിച്ചവർക്കും ഒന്നും ഒരു കുറ്റബോധം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിൽ പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഇവർ തമ്മിലുണ്ടായിരുന്ന റിലേഷൻഷിപ്പിന് ഒരാഴം ഉണ്ടായിരുന്നില്ല, ഒരു സ്നേഹം ഉണ്ടായിരുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൃത്യമായ ടാർഗറ്റുകളെ തേടിപ്പിടിക്കാൻ വേണ്ടിയും ആക്രമിക്കാൻ വേണ്ടിയും ഒരുമിച്ച് നിന്നു എന്നുള്ളതിനപ്പുറത്തേക്ക്, ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. അപ്പോൾ ശത്രു തോറ്റില്ലെങ്കിലോ ശത്രു ഇല്ലാതാവുകയോ ചെയ്തു കഴിഞ്ഞാൽ ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നുള്ളത് മാറി വീണ്ടും ശത്രുതയിലേക്ക് വരും. പണ്ട് കുറേ ആൾക്കാർ തമാശയായിട്ടൊക്കെ പറയുന്നത്, ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ കറങ്ങി നടക്കുന്ന ഒരു ഡയലോഗാണ്, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ ഒരിക്കലും പിണക്കി വിടരുത്, കാരണം നമ്മളെക്കുറിച്ചുള്ള സകല വൃത്തികേടുകളും അവനറിയാം എന്ന് പറയുന്ന. അവൻ എന്നുള്ള വാക്കിൻ്റെ കൂടെ വേറെ പല വാക്കുകളും വരാറുണ്ട്.
അപ്പോൾ അതേ അവസ്ഥയാണ് ഇവിടെയും സംഭവിച്ചത്. പക്ഷേ ഇവിടെ ബെസ്റ്റ് ഫ്രണ്ട് എന്നവർ പറയുമ്പോഴും ആ ബെസ്റ്റാക്കി കൂടെ നിർത്തിയ അവരുടെ ഒരു പശ എന്ന് പറയുന്നത് അത് പക മാത്രമായിരുന്നു. അതത്ര ബെസ്റ്റായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നില്ല. സ്വാഭാവികമായിട്ട് എന്ത് സംഭവിച്ചു? ആരെയൊക്കെ തകർക്കാൻ വേണ്ടിയിട്ടാണോ ഇവരിങ്ങനെ ഒരു കൂട്ടമായി മാറിയത്, അവരാരും തന്നെ ഇവരുടെ ഗെയിമിൻ്റെ ഭാഗമായിട്ട് തകർന്നില്ല. സ്വാഭാവികമായി ശത്രുവിൻ്റെ ശത്രു വീണ്ടും വീണ്ടും ശത്രുക്കളായി മാറി. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരുന്നിരുന്ന പല കള്ളത്തരങ്ങളും, അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലാൻ ചെയ്ത പല വൃത്തികേടുകളും പരസ്പരവും പുറത്തും അവർ തുറന്നു പറയാൻ തുടങ്ങി. അങ്ങനെ തുറന്നു പറഞ്ഞ ഒരു ഇൻസിഡൻ്റാണ് ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലെ ഏറ്റവും വലിയ ചർച്ചയായി മാറുന്നതും നമ്മൾ കാലത്തിൻ്റെ കാവ്യനീതി എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന രീതിയിലേക്ക് കൊണ്ടെത്തിച്ചതും. ഈ ആഴ്ച സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഓൾറെഡി എവിക്റ്റായി പോയിട്ടുള്ള പുറത്തായ ആളുകളൊക്കെ തിരിച്ചു വരുന്നു. പുറത്തുണ്ടായിരുന്ന ഒരു വൈബ് എന്താണ് എന്നുള്ളത് ഏകദേശം എല്ലാവരും അകത്ത് മനസ്സിലാവുന്നത് പോലെയുള്ള സംസാരങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. ബിഗ് ബോസ് എത്രയൊക്കെ വിലക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒളിഞ്ഞും തെളിഞ്ഞും അല്ലാതെയും ഒക്കെ ആളുകൾ കാര്യങ്ങൾ അവതരിപ്പിച്ചു. അങ്ങനെ തിരിച്ചു കയറി വന്ന കണ്ടസ്റ്റൻസിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് ശൈത്യ. നമ്മൾ നേരത്തെ പറഞ്ഞ 4 പേരുടെ ഗ്രൂപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി. ഈ 4 പേരിൽ പുറത്തു പോയി തിരിച്ചു വരുന്ന ആദ്യത്തെ വ്യക്തി. അവർ പുറത്ത് ഒരു വലിയ സൈബർ അറ്റാക്ക് തന്നെ നേരിട്ടിട്ടുണ്ടായിരുന്നു. അനുമോൾ തന്നെ കട്ടപ്പ എന്ന് വിളിച്ചതും അതിനുശേഷം PR ഏജൻസികളുടെ അറ്റാക്കും ഒക്കെയായി അവർ അതികഠിനമായ സൈബർ ബുള്ളിയിങ് ഏറ്റുവാങ്ങിയിട്ടുള്ളതാണ്. നമ്മൾ ആ വിഷയത്തിൽ അവർക്കൊപ്പമാണ്. അവർ നല്ല ആരും അത്രയും മോശമായിട്ടുള്ള ഒരു സൈബർ ബുള്ളിയിങ് അർഹിക്കുന്നില്ല. പക്ഷേ അവിടെ ഇത്രയും അധികം സൈബർ ബുള്ളിയിങ് അനുഭവിക്കുകയായിരുന്നു എന്ന് അകത്ത് വന്ന് പറയുമ്പോൾ അനുമോളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് വളരെ നിസ്സംഗമായ ഭാവമാണ്. ഇതൊക്കെ ഉണ്ടാവുമെന്ന് അറിഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് വന്നത്? ഇതൊക്കെ ആദ്യമായിട്ടാണോ സംഭവിക്കുന്നത്? ബിഗ് ബോസിൽ വരുന്ന എല്ലാവർക്കും പുറത്തിറങ്ങിയാൽ ബുള്ളിയിങ് ഉണ്ടാവില്ലേ എന്ന് പറയുന്ന തൻ്റെ സ്ഥിരം ന്യായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ശൈത്യയെ തൃണവൽഗണിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇതേ കാര്യം ആദിലയും നൂറയും അറിയുന്ന സമയത്ത് പുറത്തുള്ള അനുമോളെക്കുറിച്ചുള്ളൊരു പൊതുവികാരം അത്ര പോസിറ്റീവ് അല്ല എന്നവർ മനസ്സിലാക്കി. സ്വാഭാവികമായും അവർ ഈ ഫൈനൽ 5 വരുമ്പോൾ നമ്മളിൽ ആരാണ് ബേബി പോവുക, നമ്മളിൽ ഒരാൾ മാത്രമാണ് ബേബി, അതാ നമ്മൾ 2 ആളുമാണ് ബേബി എന്ന് പറയുന്ന ഡിസ്കഷൻ നടക്കുന്നതിനിടയിൽ അനുമോൾക്കെതിരെ പ്രയോഗിക്കാൻ പറ്റുന്നൊരു ആയുധമാണല്ലോ, എന്നാതാ ഞങ്ങളുടെ വകയും പിടിച്ച ഒരു ബോംബ് എന്ന് പറഞ്ഞുകൊണ്ട്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു ബിഗ് ബോസ് ബോംബ് പൊട്ടിച്ച് ആദിലെ എവിക്റ്റ് ആക്കിയിട്ടുണ്ടാവും. എന്തായാലും ആദില വക ഒരു ബോംബ് അങ്ങോട്ട് വരികയാണ്. അതായത് ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ആദില ഔട്ടാകാൻ സാധ്യതയുണ്ട്, എവിക്റ്റ് ആവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ട് അനുമോൾ ഒരു ടിഷ്യൂ പേപ്പറിൽ ഐലൈനർ വെച്ച് അനുമോളുടെ PR ടീമിൻ്റെ നമ്പർ ടിഷ്യൂ പേപ്പറിൽ എഴുതി ആദിലേക്ക് കൊടുത്തിരുന്നു അത്രേ. ഇത് ശൈത്യയോടാണ് ആദില സംസാരിക്കുന്നത്. ആ ടിഷ്യൂ പേപ്പറിൽ എഴുതി കൊടുത്ത നമ്പറിലേക്ക്, PRൻ്റെ നമ്പറിലേക്ക് വിളിച്ച ശേഷം ഇവിടെ അക്ബറിനെ വെളുപ്പിക്കുന്ന പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പുറത്ത് അക്ബറിനെ കരിവാരി തേക്കത്തക്ക രീതിയിൽ പുറത്ത് കാര്യങ്ങൾ മാനേജ് ചെയ്തോണം എന്ന് PRനൊരു മെസ്സേജ് പാസ് ചെയ്യണം. അതിൻ്റെ കൂടെ 50,000 രൂപ കൂടി കൊടുക്കുകയാണെങ്കിൽ 100 ഇവിടെ നിലനിന്ന് പോകാനുള്ള വോട്ടിൻ്റെ കാര്യവും അവർ ശരിയാക്കിക്കോളും. ഇത്രയും കാര്യങ്ങളാണ് അനുമോള് പറഞ്ഞതായി ടിഷ്യൂ പേപ്പറിൽ നമ്പർ കൊടുത്തതൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ആദില ശൈത്യയോട് സംസാരിക്കുന്നത്. പക്ഷേ ഇതേ ആദില കുറച്ച് കഴിയുമ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു ചെറിയ വ്യത്യാസം വരുത്തുന്നുണ്ട്. PRൻ്റെ ഫോൺ നമ്പർ അല്ല എഴുതി തന്നത്, അനുമോളുടെ ഫോൺ നമ്പറാണെന്നും അനുമോളുടെ ചേച്ചിയുടെ ഫോൺ നമ്പറാണെന്നും പറയുന്ന വാദങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. എന്തായാലും ഒന്ന് തന്നെ അനുമോളുടെ ഒരു പേഴ്സണൽ നമ്പറാണ് എഴുതി കൊടുത്തിട്ടുള്ളത്. PRനെ കോൺടാക്റ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്യിപ്പിക്കണമെന്ന് പറയുന്ന ബാക്കി വസ്തുതയിലൊന്നും ആദില മാറ്റം വരുത്തിയിട്ടില്ല. ആകെ ഈ നമ്പർ ആരുടേതായിരുന്നു എന്നുള്ളതിൽ മാത്രമാണ് ആദില ഒരു ചേഞ്ച് കൊണ്ടുവരുന്നത്. ആദില ഈ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ മുഴുവൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദിലയ്ക്കൊപ്പം ഒറ്റയ്ക്ക് തന്നെ നൂറ നിൽപ്പുണ്ട്. എല്ലാ വിഷയങ്ങളും അംഗീകരിച്ചുകൊണ്ട്, അതായത് ആ സംഭവിച്ച കാര്യങ്ങളൊക്കെ നൂറയ്ക്കും അറിയാം എന്നുള്ള ധാരണയിൽ തന്നെ ഓൾ കാണിക്കണതൊക്കെ ശരിയാണ്, ഓൾ ഇങ്ങനൊരു തെറ്റല്ലേ ചെയ്തത്, അപ്പം നമ്മൾ വേണ്ടേ ഇതൊക്കെ തുറന്ന് പറയാൻ ബേബി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദിലയ്ക്കൊപ്പം നിൽക്കുന്ന നൂറയെ നമ്മൾ കാണുന്നുണ്ട്. ഈ സെയിം കാര്യം അക്ബറും അറിയുകയാണ്. അക്ബറിൻ്റെ അടുത്ത് ആദിലൊരു വാക്ക് കൊടുക്കുന്നുണ്ട്, ഞാനിത് സംസാരിക്കും, ഇത് നമുക്കൊരു വിഷയമാക്കി ഇതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കണം. പക്ഷേ ഫൈനൽ 5 എന്ന് പറയുന്നതിന് പകരം ഫൈനൽ 7 എന്ന് പറയുന്ന ഒരു അനൗൺസ്മെൻറ്റ് ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്ന് വന്നപ്പോൾ അപ്പം നമ്മൾ 2 ആളും ഫൈനലിലേക്ക് പോകുമല്ലേ, എന്നാൽ പിന്നെ നമ്മുടെ വോട്ട് ബാങ്കിനൊന്നും ഇളക്കണ്ട, അനുമോളുടെ PRനെ വെറുപ്പിക്കണ്ട എന്ന് പറഞ്ഞ് ആദില ആദ്യം കാലുമാറുന്നു. ഈ കാലുമാറ്റങ്ങളും പരിപാടികളും എല്ലാം കണ്ട് 96-ാം ദിവസം എപ്പിസോഡ് അവസാനിക്കുമ്പോൾ എനിക്ക് ബിഗ് ബോസിനോടാണ് ചോദിക്കാനുള്ളത്, താനിതൊക്കെ മുന്നിൽ കണ്ട് കളിക്കുകയായിരുന്നില്ലേടോ കള്ള ബിഗ് ബോസേ. അപ്പോൾ ആദിലയുടെ കാൽമാറ്റം നമ്പർ 1, ഈ വിഷയം ഹൗസിൽ എല്ലാവരുടെയും മുന്നിൽ അവതരിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് ഫൈനൽ 7 എന്നുള്ള വാക്ക് കേട്ടപ്പോൾ അത് മുക്കി. അതിനുശേഷം എവിക്ഷനെ കുറിച്ചുള്ളൊരു മുന്നറിയിപ്പ് വരുമ്പോൾ എന്നാൽ എവിക്ഷൻ്റെ പ്രോസസ്സ് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാവരുടെയും മുമ്പിൽ സംസാരിക്കാം എന്ന അക്ബറിനോട് വാക്ക് പറയുന്നു. എവിക്ഷൻ കഴിഞ്ഞതിന് ശേഷം
ആദില ആദ്യം പോയി ശൈത്യയോടാണ് ചോദിക്കുന്നത്, ഞാനിത് എല്ലാവരുടെയും മുന്നിൽ അവതരിപ്പിക്കാനുള്ള സമയമൊക്കെ ആയില്ലേ? അപ്പോൾ ശൈത്യ പറയുന്നു, എൻ്റെ പൊന്നുമോളെ വേണ്ട, അത് ശരിയാവില്ല. അപ്പോൾ ശൈത്യയുടെ വാക്ക് കേട്ട് അക്ബറിൻ്റെ അടുത്ത് ഓൾറെഡി രണ്ടാമത് കാല് മാറ്റി വെച്ച കാല് ആദില വീണ്ടും മാറ്റി പറയാണ്, അത് വിട്ടേക്കിക്കാന്ന്. ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും കാൽമാറ്റ സ്റ്റാർ ആദിലയാണെന്ന്. ആദിലേക്ക് എന്ത്? ഈ കാൽമാറ്റ സ്റ്റാർ എന്ന് പറയുന്നൊരു വാക്ക് നമ്മൾ ഉപയോഗിച്ചു. നേരത്തെ കട്ടപ്പ എന്നുള്ളൊരു വാക്ക് ശൈത്യയെ വളരെയധികം വേദനിപ്പിച്ചു. ഈ വാക്കുകളൊക്കെ പറയുമ്പോഴുള്ളൊരു രസത്തിന് ഒരൊറ്റവട്ടം മാത്രം ഉപയോഗിച്ച വാക്കുകളാണ്. ഈ വാക്കുകൾ അവരെ സൈബർ ബുള്ളി ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കരുത്. കാരണം 2 ദിവസം കൊണ്ട് ഈ ഗെയിം കഴിയും. ഗെയിം കഴിഞ്ഞാൽ എല്ലാവരും അവരവരുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോകും. അതിനിടയ്ക്ക് ഒരു ശല്യമായിട്ട് ഈ വാക്കുകളും പ്രയോഗങ്ങളും വരരുത്. ഗെയിമിനിടയിൽ നമ്മൾ ഒരുമിച്ച് വട്ടം കൂടി ഇരുന്ന് ചീട്ട് കളിക്കുമ്പോൾ ചീട്ട് കളിക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചില പേരുകൾ വിളിക്കുന്നു. അത് ചീട്ടുകളി കഴിയുമ്പോൾ കഴിഞ്ഞു. അല്ലാതെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചീട്ടുകളിയുടെ ഇടയിൽ വിളിച്ച വാക്കുകളൊക്കെ വിളിക്കുന്നത് മഹാവൃത്തികേടല്ലേ? അത് നിങ്ങൾ ചെയ്യില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഒരു പ്രധാനപ്പെട്ട കാൽമാറ്റം നടക്കുന്നത് നൂറയുടെ ഭാഗത്തു നിന്നാണ്. അനുമോൾ പിറ്റേ ദിവസം ഈ പ്രശ്നങ്ങളൊക്കെ നടന്ന് ഈ 2-3 കാൽമാറ്റമൊക്കെ കഴിഞ്ഞ ശേഷം പിറ്റേ ദിവസം ഇതൊരു ടോക്കായി മാറുന്നുണ്ട്. എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ച് എല്ലാവരെയും വിളിച്ചു കൂട്ടി അയ്യോ 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 എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോളുടെ ഒരു കരച്ചിലുണ്ട്. ആ കരച്ചിൽ നോക്കി നിൽക്കുന്ന മുൻഷി രഞ്ജിത്തിൻ്റെ മറക്കാനാവാത്ത ഒരു ചിത്രം ഞാനിവിടെ ചേർക്കുകയാണ്. ഇനി അങ്ങോട്ട് അനുമോളുടെ കരച്ചിലിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ ഞാൻ ആ ഫോട്ടോ ഇവിടെ വെക്കും. അനുമോളുടെ കരയുന്ന മുഖത്തേക്കാളും എന്തുകൊണ്ടും ഒരു സ്ത്രീത്വം വിളമ്പുന്ന മുഖമായിട്ടാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ ആ നിൽപ്പ് ഫീൽ ചെയ്ത്. അതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ആ മുഖം കാണാം കേട്ടോ. അപ്പോൾ അനുമോൾ ഇങ്ങനെ കരഞ്ഞ് നിലവിളിച്ച നാട്ടുകാരെ മുഴുവൻ കൂട്ടിയിട്ട് നൂറയുടെ അടുത്ത് ചെല്ലുകയാണ്. അതിൽ എവിക്റ്റായി പോയല്ലോ. നൂറ നീ പറ, നീ കള്ളം പറയല്ലേ, നിൻ്റെ ആ ടിഷ്യൂ പേപ്പർ ഇല്ലേ, നിങ്ങളുടെ ഇപ്പോൾ കാണും അത് എന്നൊക്കെ പറയുമ്പോൾ നൂറ, എന്നോട് എന്തിനാ ഇതൊക്കെ പറയണം, അത് നിങ്ങൾ തമ്മിലുള്ള വിഷയമല്ലേ, എന്നെ ഇതിൻ്റെ അകത്തേക്ക് വലിച്ചിഴക്കില്ലേ എന്ന് പറഞ്ഞിട്ട് ആദിലയ്ക്കൊപ്പം നിന്ന് നൂറ ഇവിടെ വെച്ച് കാല് മാറുകയാണ് ഗൈസ്. അത് കഴിഞ്ഞ് അക്ബർ ആദില ഈ വിഷയം എവിക്റ്റ് ആവുന്ന സമയത്ത് പറയാമെന്ന് പറഞ്ഞതാണ്. പക്ഷെ പുറത്തിറങ്ങുന്നതിന് തൊട്ട് മുമ്പ് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു അത് വിട്ടേക്കിക്കാന്ന്. ഇത് ആരോടാ പറയണമെന്നറിയോ? ശൈത്യയോട്. ഈ ശൈത്യ ഇത് മുഴുവൻ എന്തോ പുതിയ കാര്യം കേൾക്കുന്ന പോലെ ആണല്ലേ എന്നുള്ള ഭാവത്തിൽ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ നൂറയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ശൈത്യ പറയുന്നത് എന്നാലും അവൾക്കത് പറഞ്ഞിട്ട് പോവായിരുന്നു എന്നാണ്. ഈ ശൈത്യയുടെ അടുത്താണ് ഇത് പറയട്ടെ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പൊന്നുമോളെ വേണ്ട എന്ന് പറയുന്ന ഡയലോഗ് ശൈത്യ പറഞ്ഞത്. വീണ്ടും ശൈത്യയും കാലുമാറി. അതിനുശേഷമാണ് 96-ാം ദിവസം കാലത്തിൻ്റെ കാവ്യനീതി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കർമ്മ എന്ന് വിശ്വാസികൾ പറയുന്ന ആ കാര്യം സംഭവിക്കുന്നത്. അനുമോൾ ഓടി നടന്ന് എല്ലാവരോടും പറയാണ്, എന്നെ ഒന്ന് വിശ്വസിക്കൂ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ആദിൽ അങ്ങനെയൊക്കെ പറയുന്നവളാണ്, അവൾ ദേഷ്യപ്പെട്ട എല്ലാം പറയും, എനിക്കറിയാം അവളുടെ സ്വഭാവം, എന്നാലും ഇങ്ങനെയൊക്കെ പറയാവോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനുമോളുടെ സങ്കട പ്രകടനങ്ങളൊക്കെ നമ്മളിങ്ങനെ കാണുകയാണ്. അപ്പോൾ എന്നെ വിശ്വസിക്കൂ എന്ന് പറയുന്ന ഈ കാർഡുമായി അനുമോൾ ചെന്ന് കയറുന്ന ചില മുഖങ്ങളുണ്ട്. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ ഉച്ചവരെ അനുമോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഊഞ്ഞാലിരിക്കുമ്പോൾ ആ ഊഞ്ഞാലിൽ തന്നെയായിട്ട് അഭിലാഷ് ഇരിപ്പുണ്ട്, ഫ്രണ്ടിൽ മസ്താനി ഇരിപ്പുണ്ട്, ഷാനവാസ്ക് ഇരിപ്പുണ്ട്. ആ സമയത്ത് അനുമോളുടെ ഒരു ശബ്ദം താഴ്ത്തിയുള്ള ആത്മകഥം ഇങ്ങനെയാണ് പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ വരാൻ പാടില്ലായിരുന്നു. അപ്പോൾ അഭിലാഷിൻ്റെ വക ഒരു ഷോ ഉണ്ടായിരുന്നു. അത് കഴിയുമ്പോൾ മസ്താനി ചോദിക്കുന്നുണ്ട്, ഇപ്പോഴും സമയമുണ്ട്, വേണമെങ്കിൽ പൊക്കോളൂ. അങ്ങനെ പറഞ്ഞാൽ പറ്റൂല, നനഞ്ഞു പോയില്ലേ, ഇനിയിപ്പോൾ കുളിച്ച് കയറാം എന്ന് പറഞ്ഞ് അനുമോൾ അഡ്ജസ്റ്റ് ചെയ്യാണ്. പക്ഷേ ആ ഡയലോഗ് പറഞ്ഞു പോയി. ഇത് അനുമോളുടെ ഒരു ബിൽഡിംഗ് ബ്ലോക്കാണ്, അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും കൂടി ആരെങ്കിലും കൊണ്ട് പറയിക്കണം. അപ്പോൾ തൊട്ടപ്പുറത്ത് ഷാനവാസ്കയോട് ചോദിക്കുകയാണ്, ഷാനവാസ്ക നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ എന്ത്, അല്ല ഇവിടെ വരണ്ടായിരുന്നു എന്ന്? എനിക്ക് തോന്നിയിട്ടില്ല എന്ന് ഷാനവാസ്ക പറഞ്ഞു. അപ്പോൾ അനുമോൾക്ക് മനസ്സിലായി ഇവിടെ ഇരുന്ന് സെൻറ്റി അടിച്ച് തുടങ്ങാമെന്ന് വെച്ചത് നടക്കില്ല. കുറച്ച് കഴിയുമ്പോഴാണ് ജിഷിൻ എന്ന ഇരയെ കിട്ടുന്നത്. ജിഷിനെ അങ്ങോട്ട് വിളിച്ചു വരുത്തി അനുമോൾ ആദില തന്നെ ചതിച്ചുവെന്നും അവൾ അങ്ങനെയൊക്കെ പറയുന്നവളാണെന്നും ഇങ്ങനെയൊക്കെ ചെയ്യാമോ ഒരു മനുഷ്യനോട് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ പറയുമോ, അക്ബറിനെ കരിവാരി തേക്കാൻ പറഞ്ഞു എന്ന് ഞാൻ പറയുമോ എന്നൊക്കെ അനുമോൾ ചോദിക്കുന്നത് കേൾക്കുമ്പോൾ അനുമോളെ നല്ല അഭിനയാട്ടോ എന്ന് പറയാൻ തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ ജിഷിൻ ഇതൊക്കെ കേൾക്കുന്നു. അതിനിടയിലേക്ക് അപ്പാനി ശരത്തും ബാക്കിയുള്ളവരും ഒക്കെ വരുന്നു, നെവിൻ അടക്കമുള്ള ആളുകൾ വരുന്നു. അപ്പോൾ അപ്പാനി ശരത്ത് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഉച്ചവരെ ഒരു കുഴപ്പമില്ലാതിരുന്നവളാണല്ലോ, ഇതിപ്പോൾ ആരെ ഇവളോട് ഈ ചോദ്യം ചോദിച്ച്? അപ്പം ജിഷിൻ അവിടെ ഇരിപ്പുണ്ടല്ലോ, ജിഷിൻ ചേട്ടൻ എന്നോട് പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞു പോയതാണെന്ന് പറഞ്ഞ് അനുമോൾ അങ്ങോട്ട് ഉരുളാൻ തുടങ്ങുകയാണ്. ആ സമയത്ത് ജിഷിൻ, എടാ ഞാനൊന്നും അല്ലടാ, ഞാൻ വെറുതെ ഇതുവഴി പോയപ്പോൾ ഇവളെന്നെ വിളിച്ച് പറഞ്ഞതാണ് എന്നുള്ള രീതിയിൽ, ഞാനല്ല ഇവളെന്നെ വിളിച്ച് പറഞ്ഞു തുടങ്ങിയതാണ് എന്ന് പറയുന്ന കാര്യവും അവതരിപ്പിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ അനുമോൾക്ക് സങ്കടം മൂത്തിട്ട് എനിക്കിവിടുന്ന് ഇറങ്ങിപ്പോവാൻ തോന്നുക എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. സീരിയസ് ആയിട്ടല്ലല്ലോ അല്ലേ, ഇങ്ങോട്ട് വരണ്ടായിരുന്നു,
സീരിയലിൽ അഭിനയിച്ച് എൻ്റെ കുടുംബം നോക്കി ഇരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ അനുമോൾ സങ്കടം പറയുന്നത് കാണുമ്പോൾ എനിക്ക് അനുമോളുടെ ഫാൻസിനോടാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് ആദ്യത്തെ ആഴ്ചയൊക്കെ തന്നെ ഇതിനെ എവിക്റ്റ് ചെയ്ത് വിട്ടുകൂടായിരുന്നു. ആ പാവം അവിടെ ഇരുന്ന് ഉരുകയാണ്, ഉരുകി തീരാണ്. ഈ വിഷയം ഇത്ര വൈകിയ വേളയിൽ സംസാരിക്കുന്നത് കണ്ടിട്ടായിരിക്കും അപ്പാന് ചേർത്ത് ചോദ്യം ചോദിക്കുന്നുണ്ട്, ഇത് എന്തിനാ ഇപ്പം എടുത്തിടുന്നതെന്നുള്ള രീതിയിൽ. അപ്പോൾ അനുമോൾ എല്ലാവരോടും കൂടിയായിട്ട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നോടൊന്ന് ചോദിച്ചുകൂടായിരുന്നു? ഏത് ആദില പോകുന്നതിന് മുമ്പ് എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിതൊക്കെ പറഞ്ഞേനെ. എന്തെങ്കിലും ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താല്പര്യമില്ല, പിന്നെ പറയാം, പുറത്തിറങ്ങിയിട്ട് പറയാം, മിണ്ടാതിരിക്കാമെന്ന് തുടങ്ങിയ നമ്പറുകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്ന അനുമോളാണ് പറയുന്നത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നോട് ചോദിച്ചുകൂടായിരുന്നു? അപ്പോൾ അപ്പാന് ചേർത്ത് വളരെ മനസ്സിലാവുന്ന നല്ല മലയാളത്തിൽ ചോദിക്കുന്നുണ്ട്, നീ ലക്ഷ്മിയും കൂടി അവിടെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ നിന്നോട് വാ സംസാരിക്കണമെന്ന് പറഞ്ഞതല്ലേ, അപ്പോൾ നീയല്ലേ വരത്തില്ല എന്ന് പറഞ്ഞത്, താല്പര്യമില്ല എന്ന് പറഞ്ഞതെന്ന്. അപ്പോൾ അനുമോൾ ഒന്നും മിണ്ടാതെ വായടച്ചിരിക്കുകയാണ്. അപ്പോൾ ആബൽ ബാന്ധവനെ പോലെ അങ്ങോട്ടേക്ക് നെവിൻ വന്നു ചേരുകയാണ്. നെവിൻ ചോദിക്കുകയാണ്, വളരെ സിമ്പിൾ ചോദ്യമാണ്, അക്ബറിനെ കരിവാരി തേക്കാൻ PR-നെ ഏൽപ്പിക്കണമെന്ന് നീ പറഞ്ഞിരുന്നോ? ഇത്രേ ഉള്ളൂ ചോദ്യം. അതിന് പറഞ്ഞില്ല എന്നോ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞാൽ മതിയല്ലോ. പക്ഷേ അനുമോൾ പറയുന്നത്, എടാ ഞാനും ഒരു മനുഷ്യനല്ലേ. അപ്പോൾ നെവിൻ, അതറിയാം, പക്ഷെ ചോദിച്ചതിനുള്ള ഉത്തരം വേണമല്ലോ. ഇങ്ങനെയുള്ള ക്രൂരത ഞാൻ ചെയ്യില്ല എന്ന് അനുമോൾ ആണയിട്ട് പറയുമ്പോൾ ഏതാണ്ട് ഈ ഭാഗത്തായിട്ടൊരു നിർമ്മലമായ എന്തോ സംഭവിക്കുന്നുണ്ടായിരുന്നു. എനിക്കാണ് ക്രൂരത തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത മനുഷ്യത്വം വെച്ച് വിളമ്പിക്കൊണ്ടിരിക്കുന്ന അനുമോളുടെ ഇതുവരെയുള്ള ഓരോ ദിവസങ്ങളും നേരിൽ കണ്ടിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് നമ്മുടെയും ഇടനെഞ്ചിൽ മഞ്ഞ് കോരി ഒഴിക്കുന്ന പോലത്തെ ഒരു സുഖം അത് കേൾക്കുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് എല്ലാവരും ചോദ്യം ചോദിക്കുന്നുണ്ട്. പക്ഷേ അനുമോളുടെ ഉത്തരം എവിടെ എത്തുന്നില്ല എന്ന് മനസ്സിലാകുമ്പോൾ അക്ബറിനെ വിളിക്കുക, അവനോട് ഞാൻ സംസാരിക്കട്ടെ എന്ന് പറയുന്നു. അക്ബർ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല എന്ന്. അങ്ങനെ ഇങ്ങേ മൂലയ്ക്ക് അനുമോൾ ഈ പരിപാടിയെല്ലാം തുടങ്ങി അങ്ങേ മൂലയ്ക്ക് മാറിയിരിക്കുകയായിരുന്നു. നൂറയുടെ അടുത്ത് പോയിട്ട്, നൂറ നീ പറ എന്ന് പറയുമ്പോൾ എനിക്കൊരു താല്പര്യമില്ല എന്ന് പറയാണ്. അവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി അനുമോൾ അവിടുന്ന് ഇത് ഏതാണ്ട് ത്രികോണം വരയ്ക്കുന്ന പോലെയാണ്. ഒരു കോർണറിൽ നിന്ന് അറ്റത്ത് വന്നു, ഇവിടെയും ഏറ്റില്ല അവിടെയും ഏറ്റില്ല, പിന്നെ ഇവിടുന്ന് നേരെ ഊഞ്ഞാലിലേക്കാണ് പോകുന്നത്. അവിടെ ആബൽ ബാന്ധവയായി കാത്തിരിക്കുന്നത് ലക്ഷ്മിയാണ് എന്നോർക്കണം. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലക്ഷ്മിയെ പുറത്തിറങ്ങിയിട്ട് ഞാൻ കണ്ടോളാം എന്ന് പറഞ്ഞ ആളാണ് അനുമോൾ. പക്ഷേ അനുമോൾ ഈ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ മുഴുവൻ അങ്ങ് അംഗീകരിച്ചിട്ടേ അനുമോളെ ആശ്വസിപ്പിക്കുന്നു. ഇതെന്താണെന്നറിയോ, അനുമോൾ അകത്തിരുന്ന് പറഞ്ഞിട്ടുണ്ടാവും പുറത്തിറങ്ങിയിട്ട് ഞാൻ ലക്ഷ്മിയെ കണ്ടോളാം എന്നുള്ളത്. ലക്ഷ്മി വീട്ടിൽ ഇരുന്ന് പറഞ്ഞതാണ്, നീ പുറത്തിറങ്ങുമൊന്നും വേണ്ട, അകത്ത് വെച്ച് തന്നെ നിന്നെ എനിക്ക് കിട്ടുമെന്ന്. ശരിക്കും ലക്ഷ്മിയുടെ മുമ്പിൽ കിട്ടുമായിരുന്നു. ആ ലക്ഷ്മി ബിഗ് ബോസ് ഹൗസിൽ അകത്ത് വന്നിട്ട് അനുമോൾ ഈ സെൻറ്റിമെൻറ്റ്സ് മുഴുവൻ പറയുമ്പോൾ ചോദ്യം ചോദിക്കാനല്ലാതെ കേൾക്കാൻ ഒരു മനുഷ്യനും ഇല്ലാത്ത ഘട്ടത്തിൽ ലക്ഷ്മി ഇരുന്നങ്ങനെ കേൾക്കുകയാണ്. അങ്ങനെ കേട്ട് ഏതാണ്ട് രാത്രിയായപ്പോൾ ബിഗ് ബോസ് എല്ലാവരെയും പിരിച്ച് വീട്ടിലേക്ക് വിടുകയാണ്. അപ്പോൾ അതിന് മുമ്പ് ഫുഡ് കൊടുക്കുന്നുണ്ട്. ഫുഡും എടുത്ത് എനിക്കിത് കഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ലക്ഷ്മിയുടെ മുമ്പിലിരുന്ന് അനുമോൾ വിങ്ങി പൊട്ടുകയാണ്. ഞാൻ ആ പ്ലേറ്റിലേക്ക് നോക്കിയപ്പോൾ പ്ലേറ്റ് നിറച്ച് ഭക്ഷണമുണ്ട്. ഭക്ഷണം കഴിക്കാൻ എടുക്കുന്നത് വിശപ്പിനനുസരിച്ച് എല്ലാവരും കഴിക്കണം. അതിൽ ഈ പറയുന്ന ഭക്ഷണത്തോട് വിഷമമോ ദേഷ്യമോ ഒന്നും കാണിക്കാൻ പാടില്ല. പക്ഷേ കഴിക്കാൻ തോന്നല്ല എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേറ്റ് നിറച്ച് ഭക്ഷണം ഇരിക്കണം കണ്ടപ്പോൾ എന്തിനാണ് അനുമോളെ അങ്ങനെ ചെയ്തത്? ഭക്ഷണമെന്ന് പറഞ്ഞാൽ ദൈവമല്ലേ, കഴിക്കാൻ തോന്നണില്ലെങ്കിൽ കഴിക്കാൻ എടുക്കരുത്, അതിനെടുത്ത് വെച്ചുകൊണ്ടിരുന്ന് മോങ്ങരുത്. പക്ഷേ ലക്ഷ്മി പറയുന്നത്, നീ ഒരു കാര്യം ചെയ്യ്, കരഞ്ഞ് തീർന്നിട്ട് കഴിച്ചാൽ മതി, ഞാനും അതുവരെ വെയിറ്റ് ചെയ്യാം, ഭക്ഷണത്തിൻ്റെ മുമ്പിലിരുന്ന് ഇങ്ങനെ കരയാൻ പാടില്ല, നീ ഇപ്പോൾ പോവില്ലേ എന്ന് ലക്ഷ്മിയോട് ചോദിക്കുമ്പോൾ ഞാൻ പോവാ, പക്ഷേ നിനക്ക് ഞാൻ ധൈര്യം തന്നിട്ടാണ് പോകുന്നതെന്ന് നീ അങ്ങ് വിചാരിച്ചോ? ആരോടാണ് ഈ ഡയലോഗ് പറയുന്നത്? പുറത്തിറങ്ങിയിട്ട് ലക്ഷ്മിയെ കാണിച്ചു തരാമെന്ന് പറയുന്നു. ലക്ഷ്മി അകത്ത് വന്നിട്ട് പറയുന്നു, നിനക്കിവിടെ ജീവിക്കാനുള്ള ധൈര്യം തന്നിട്ടാണ് ഞാൻ ഈ പോകുന്നതെന്ന്. എന്താണ് ബിഗ് ബോസ്, എന്താണ് നിങ്ങളിവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്? എനിക്ക് ബിഗ് ബോസ് ഹൗസിൽ ഈ ഗെയിമിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ലക്ഷ്മി നല്ല ഗെയിമറാണ് എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ കുറേ ആൾക്കാർ അത് അങ്ങനെയല്ല, ലക്ഷ്മിയുടെ ഗെയിമല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ലക്ഷ്മിയുടെ നല്ല പ്യോർ ഗെയിമാണ്. ഔട്ടായി പുറത്ത് പോയി തിരിച്ചു വന്നതിന് ശേഷം അനുമോളെ എല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോൾ അനുമോളെ നീ മാത്രമാണ് ശരി, നീയായിട്ടിരുന്നാൽ മതി എന്ന് പറഞ്ഞ് അനുമോളുടെ അടുത്ത് ഗെയിം ഇറക്കുന്ന ലക്ഷ്മിയെ കാണുമ്പോൾ എന്താണെന്നറിയോ, ഷാനവാസ്കയുടെ അടുത്ത് ലക്ഷ്മി എന്താണ് ചെയ്തത്? ഷാനവാസ്കയ്ക്ക് ബുദ്ധിയില്ലാത്തതിന് അക്ബർ മുതലെടുത്തു എന്ന് പറഞ്ഞപ്പോൾ ഷാനവാസ്ക മൂക്കും കുത്തി വീണു. ഇവിടെ അനുമോളുടെ ഭാഗത്ത് ഇത്രയും മിസ്റ്റേക്ക് ഉണ്ടെന്നാൽ എല്ലാവരും പറയുമ്പോൾ ലക്ഷ്മി പറയുന്നത് നിൻ്റെ ഭാഗത്ത് ശരിയുണ്ട്, നീ ധൈര്യമായിട്ടിരുന്നു. സെയിം സാധനം പക്ഷെ അനുമോൾക്ക് മനസ്സിലാവുന്നില്ല. ഇനി ഇത് പോട്ടെ, ലക്ഷ്മി അനുമോൾ ജഗട കുറച്ച് സമയത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ ഷാനവാസ്ക ലക്ഷ്മി പറഞ്ഞു കൊടുത്തൊരു കാര്യം ഹൗസിനകത്ത് എടുത്ത് പറഞ്ഞതുകൊണ്ടാണ് ലക്ഷ്മിയെ പുറത്തിറങ്ങിയിട്ട് കാണിച്ചു കൊടുക്കാമെന്ന് അനുമോൾ പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ എന്നെ ഒന്ന് വിശ്വസിക്കൂ എന്ന് പറഞ്ഞ് അനുമോൾ പലരുടെയും അടുത്ത് പോയതിൽ ചില മുഖങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, മോനെ പോയി ആണായിട്ട് വാടാ, നിന്നെ തന്തയും തള്ളയും തല്ലി വളർത്താത്തത് കൊണ്ടാണ്, നീ തീർന്ന് അയ്യോ നമ്മളെന്താ ഇങ്ങനെയെന്ന് പറയുന്നൊരു ഡയലോഗ് മാത്രമല്ലേ നിൻ്റെ കയ്യിലുള്ളൂ, നിന്നെയൊക്കെ പ്രേക്ഷകർ വെറുക്കും, നീ ഒരു കാലത്തും ഗതി പിടിക്കില്ലടാ എന്നൊക്കെ പറഞ്ഞ് ഒരു മനുഷ്യനെ സൈബർ ബുള്ളി ചെയ്യാൻ ഇട്ടുകൊടുത്ത് ശപിച്ച് വെറുപ്പിച്ച് അയാളുടെ
എല്ലാ മനസമാധാനവും കളഞ്ഞതിന് ശേഷം അനുമോള് ടിഷ്യൂ പേപ്പറൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് കണ്ടോ അതിലൂടെ നമ്പർ എന്നൊക്കെ പറയുമ്പോൾ ആ ടിഷ്യൂ പേപ്പർ വാങ്ങിച്ച് അനുമോളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് നിന്നെ ഞാൻ വിശ്വസിക്കുന്നു, ഐ ട്രസ്റ്റ് യു, നീ വിഷമിക്കണ്ട എന്ന് ആദ്യമായിട്ട് പറയുന്നത് നെവിനാണ്. നെവിൻ ആ ബെഡിൽ വെള്ളം കോരി ഒഴിച്ചപ്പോൾ നെവിൻ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു പ്രതികാരമാണ് ചെയ്യുന്നത്. താൻ വെള്ളം തെളിച്ചു, തൻ്റെ ദേഹത്ത് വെള്ളം ഒഴിച്ചു, എന്നാൽ ഞാൻ അവളുടെ ബെഡിൽ വെള്ളം ഒഴിക്കും, ഞാൻ പ്രതികാരം ചെയ്തു എന്നൊക്കെ നെവിൻ അന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ നെവിൻ ചെയ്ത ഏറ്റവും ക്ലാസിക് പ്രതികാരം, ഈ ഒരു സിനിമാറ്റിക് പ്രതികാരമാണ് ഇന്ന് സംഭവിച്ചത്. ഇത്രയൊക്കെ അയാളെ കുറ്റം പറഞ്ഞിട്ടുള്ള അനുമോള് എന്നെ ഒന്ന് വിശ്വസിക്കുമെന്ന് പറഞ്ഞ് ഓടി നടക്കുമ്പോൾ നെഞ്ചോട് ചേർത്തിരുന്നിട്ട് ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. അക്ബർ പറയുന്നുണ്ട് എനിക്കിതൊന്നും സംസാരിക്കാൻ ഒരു താല്പര്യമില്ലാന്ന്. നെവിൻ അനുമോളോട് പറയുന്നത് സാരമില്ല, നിന്നെ ഞാൻ വിശ്വസിച്ചില്ലേ, നീ സമാധാനമായിട്ടിരിക്കൂ, നീ ഇപ്പോൾ ഗെയിം കളിക്കൂ, നമുക്ക് ആദിലേയും കൂടി ഉള്ളപ്പോൾ സംസാരിക്കാം എന്നൊക്കെ അയാൾ പറയുമ്പോൾ ഇക്കണ്ട് കാണായ ദിവസം മുഴുവൻ നെവിനെ പച്ചയ്ക്ക് തെറി വിളിച്ച് അയാളെ ഏറ്റവും മോശമായി ചിത്രീകരിച്ചുകൊണ്ടിരുന്ന അനുമോളുടെ PR കം ഫാൻസ് ആളുകളുണ്ട്. നെവിനോട് ഒരു താല്പര്യമില്ല എന്ന് പ്രഖ്യാപിച്ച അവരുടെ കുടുംബാംഗങ്ങളുണ്ട്. അവരൊക്കെ ഈ ഒരു എപ്പിസോഡ് കാണണേ. ഒരാൾ തകർന്നടിഞ്ഞ് നിൽക്കുമ്പോൾ തോളത്ത് തട്ടി ഞാനുണ്ട്, ഇപ്പം നീ ഗെയിമിൽ ഫോക്കസ് ചെയ്യൂ എന്ന് പറയാൻ അയാൾ കാണിച്ച ആ ഒരു മിനിമം മനസാക്ഷിയിലൂടെ അത് അയാളുടെ പ്രതികാരവും കൂടിയാണ്. എന്നെ ഒന്ന് വിശ്വസിക്കൂ എന്ന് പറഞ്ഞാൽ അനുമോൾ ഈ ദിവസം മുഴുവൻ ഓടി നടന്നത് ആരുടെ പുറകെയാണ്? അക്ബറിൻ്റെ പുറകെയാണ്. നീ എന്നെ ഒന്ന് കേക്ക്. ആ അക്ബർ ആ ബിഗ് ബോസ് ഹൗസിനകത്ത് കിടന്ന് ഒരുപാട് പേരുടെ അടുത്ത് ഓടിയിട്ടുണ്ട്. എന്നെ ഒന്ന് കേക്ക്. അവൾ പറയുന്നതല്ല സത്യം, ഞാൻ പറയുന്ന എൻ്റെ വേർഷനും കൂടി മനസ്സിലാക്ക്. ഒരാളും അത് കേട്ടിട്ടില്ല. അയാളെ അങ്ങനെ ഓടാൻ വിട്ടതിൻ്റെ ഏറ്റവും മൂലകാരണമായിട്ടുള്ള ആൾ അയാളുടെ പുറകെ നടക്കുക. അതും അയാളെ ആക്രമിക്കാൻ ആരാണോ അനുമോൾക്കൊപ്പം നിന്നിട്ടുള്ളത് അതേ ആൾ കൊടുത്തു വിട്ടൊരു ബോംബ് പൊട്ടാനിരിക്കുക. അപ്പാനിയുടെ പ്രതികാരം അത് വേറെ തന്നെ ലെവലിലുള്ളൊരു പ്രതികാരമാണ്. അനുമോൾ ഓരോ സ്ഥലത്ത് പോയിരുന്ന് അങ്ങനെയല്ല എന്ന് പറഞ്ഞ് ന്യായീകരിച്ചിരിക്കുമ്പോൾ അപ്പാനി അവിടെ ചെന്നിട്ട് വളരെ സിമ്പിളായിട്ട് എടി അങ്ങനെ പറയുന്നു, ഇങ്ങനെ പറഞ്ഞെന്ന് അങ്ങനെ അവൻ പറഞ്ഞില്ലേ, അപ്പം നീ പറഞ്ഞില്ലേ, അയ്യോ അങ്ങനെ അല്ല എന്നൊരു മൂലക്കിരുന്ന് പറയും. അവിടെ നിന്നിട്ട് അപ്പുറത്ത് പോകുമ്പോൾ അപ്പാനി ചേർത്ത് പതുക്കെ അവിടെ ചെല്ലും, നീ അങ്ങനെ പറഞ്ഞില്ലായിരുന്നോ. അവിടുന്ന് അനുമോൾ എണീറ്റ് അടുത്ത കോർണറിൽ പോയിരിക്കും, അവിടെയും അപ്പാനി ചേർത്ത് ചെല്ലും. എനിക്കിതൊക്കെ കാണുമ്പോഴേ ഇത്രയും അവസരം ഈ വിധി എന്നൊക്കെ പറയുന്ന പരിപാടിയൊക്കെ വെച്ചിട്ട് ഓരോ ആളുകൾക്കും, ആക്രമിക്കപ്പെട്ട ഓരോ ആളുകൾക്കും വിധിയുടെ അവസരം കൊടുക്കുകയായിരുന്നു. അതിനെ ആക്രമിക്കാൻ മുന്നിട്ട് നിന്ന ആൾ ഓരോ ആൾക്കാരുടെ മുന്നിൽ പോയിരുന്ന് കെഞ്ചുമായിരുന്നു. എല്ലാം കഴിഞ്ഞ് ആ വീട്ടിൽ നിന്ന് പൊക്കോളൂ എന്ന് ബിഗ് ബോസ് പറഞ്ഞ സമയത്ത് ഒന്നും മനസ്സിൽ വെച്ചേക്കില്ല അനുമോളെ, എല്ലാം കോംപ്ലിമെൻറ്റ്സ് ആയി, ഒന്നും ഉള്ളിൽ വെക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഷെയ്ക്കാൻ്റെ അടുത്ത് മാമനോടൊന്നും തോന്നല്ലേ മക്കളെ എന്നുള്ള ഭാവത്തിൽ അപ്പാനിശ്വരത്ത് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അയാളെയും അയാളുടെ കുടുംബാംഗങ്ങളെയും ഒക്കെ പബ്ലിക്കായി വലിച്ചു കയറാൻ ഇട്ട് കൊടുത്ത ഏറ്റവും വൃത്തികെട്ട ഡയലോഗ് തുടങ്ങി വെച്ചിട്ടുള്ള അനുമോളോട് ഇത്രയൊക്കെ അളിഞ്ഞിരിക്കുന്ന സമയത്ത് ഒന്നും തോന്നരുതേ എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് ആ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അയാൾ ഇന്ന് ഇതെന്തായാലും ഒരു ദിവസം 2 ദിവസം മുമ്പ് ഷൂട്ട് കഴിഞ്ഞായിരിക്കും, അന്ന് രാത്രി അയാൾ എന്ത് സുഖമായി കിടന്നുറങ്ങിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പക്ഷേ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. എല്ലാവരും യാത്ര പറഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ഈ ശൈത്യയും സരികയും കൂടി നൂറെ ഏതാണ്ട് അവരുടെ രണ്ടുപേരുടെ നടുക്കായിട്ട് ഇങ്ങനെ പൊക്കി എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. നൂറെ നടക്കാൻ പോലും പറ്റാതെ വേച്ച് കഷ്ടപ്പെടുകയാണ്. നൂറയുടെ വിഷമം അനുമോൾ പിന്നീന്ന് കുത്തുന്നതും ആദിൽ അവിടെ ഇല്ലാത്തതുമാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ബിഗ് ബോസിനോട് പറയാൻ തോന്നിയത് എവിക്റ്റായി പോയിട്ട് അവിടെ തിരിച്ചു വന്ന കണ്ടസ്റ്റൻസ് ഇല്ലേ, അവരോടും കൂടി നിങ്ങൾ കാണിച്ച നീതികേടാണ്. അതിൻ്റെ ബാക്കി പത്രമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദിലെയോ നൂറയോ ഒരാളെ നിങ്ങൾ ആ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എല്ലാ ആഴ്ചയിലും വോട്ടിങ്ങിന് ഇട്ട് കൊടുത്ത് എവിക്റ്റായി ഒരാൾ പോയിരുന്നെങ്കിൽ മറ്റേ ആൾ തീർന്നു. ഒരു പക്ഷേ കഴിവുണ്ടായിട്ടും എവിക്റ്റായി പോയി എന്ന് പ്രേക്ഷകരടക്കം പറഞ്ഞിട്ടുള്ള ആരെങ്കിലും ഒരാൾ അവരുടെ സ്ഥാനത്ത് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിലുണ്ടായേനെ. ഒരാൾ കൂട്ടത്തിൽ നിന്ന് പോകുമ്പോഴേക്കും തീർന്നു പോകുന്ന 2 കണ്ടസ്റ്റൻസാണ് ഒരുമിച്ച് നിൽക്കാനുള്ള എല്ലാ പ്രിവിലേജും കൊടുത്ത് നിങ്ങൾ വളർത്തിയതുകൊണ്ട് മാത്രം ഈ അവസാന 7ലേക്കൊക്കെ പിടിച്ചു നിന്നത്. അതും ബിഗ് ബോസ് തീരാൻ ഒരൊറ്റ ദിവസം മാത്രം, കുറച്ച് മണിക്കൂറുകൾ കൂടിയേ ബാക്കിയുള്ളൂ. പക്ഷേ ആ മണിക്കൂറുകൾ പോലും താണ്ടാൻ നൂറയ്ക്ക് പറ്റുന്നില്ല. അത്രയും വീക്കായിട്ടുള്ളൊരു കണ്ടസ്റ്റൻറ്റ് ഈ ഫൈനൽ 5ലേക്കോ 6ലേക്കോ ഒക്കെ വരാൻ വേണ്ടിയിട്ട് എലിജിബിളാണോ? അവർ ഇത്രയും നാൾ അവിടെ നിൽക്കാൻ എന്തെങ്കിലും അർഹതയുള്ള ആളായിരുന്നോ? ഇത് നിങ്ങൾ എവിക്റ്റായി പോയിട്ട് തിരിച്ചു കയറി വന്ന ആര്യനും ബിന്നിയും ലക്ഷ്മിയും പോട്ടെ അപ്പാനി ശരത്തും അവിടെയുള്ള ഏത് കണ്ടസ്റ്റൻറ്റിനെ നിങ്ങൾ എടുത്തു നോക്കോ, ആദ്യ ദിവസങ്ങളിൽ ഔട്ടായിപ്പോയി ഏതൊരു കണ്ടസ്റ്റൻറ്റിനെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാലും വളരെ വീക്കായിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് നൂറ. എല്ലാം പോട്ടെ, അനുമോൾ വിങ്ങിപ്പൊട്ടി കരഞ്ഞു നിന്ന സമയത്ത് മീശ മുഖത്ത് സെറ്റ് ചെയ്ത് വെച്ച് തൂണിച്ചാരി എന്ന ആ രഞ്ജിത്തേട്ടനില്ലേ, പുള്ളിക്കുണ്ടായിരുന്നല്ലോ ഇതിനേക്കാൾ കൂടുതൽ ഗട്ട്സ് ഒറ്റയ്ക്ക് നിൽക്കാൻ.
കാലത്തിൻ്റെ കാവ്യനീതി ആക്ച്വലി ഇവിടം കൊണ്ട് അവസാനിച്ചിട്ടില്ല. അനുമോള് എന്നെ ഒന്ന് വിശ്വസിക്കൂ എന്ന് പറഞ്ഞ് നടന്നതിൽ മറ്റൊരു പ്രധാനപ്പെട്ട പേരുകാരൻ ആര്യനാണ്. ആര്യനെയും ജിസൈലിനെയും കുറിച്ച് ഏറ്റവും മോശം കാര്യം അവിടെ വിളിച്ചു പറഞ്ഞ് നടന്ന ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ച ആളാണ് അനുമോൾ. അതിനൊപ്പം അനുമോൾക്ക് കൂട്ടു നിന്നിട്ടുള്ള ആളാണ് ആദില. ആദില തുടങ്ങി വെച്ചതിൻ്റെ ബാക്കി പത്രമായിട്ടാണ് മാപ്പ് പറയാൻ വേണ്ടി അനുമോളെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആര്യൻ്റെ പുറകെ നടന്ന് പറയുന്നുണ്ട് എന്നെ വിശ്വസിക്കൂ. ആര്യൻ അനുമോളുടെ പുറകെ നടന്നിട്ടില്ലേ? എടി നീ ഇല്ലാത്ത കാര്യം ഒന്ന് മാറ്റിപ്പറ, ഇത് പുറത്ത് ഇത്രയും ഡാമേജ് ഉണ്ടാകും, ആളുകൾ കാണുന്ന പ്രോഗ്രാമാണ്, സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അനുമോൾ ആര്യൻ്റെ പുറകെ നടക്കുന്നു. ആര്യൻ എന്നിട്ട് അക്ബറിനോട് ചെന്ന് പറയുന്നത് എന്തായാലും ആദിലൊരു ബോംബ് പൊട്ടിച്ചു, ആദിൽ ചിലപ്പോൾ കള്ളം പറയാം, നുണ പറയാം, പക്ഷേ ഇത് ശരിയായിരിക്കും, അനുമോളാണല്ലോ, അപ്പോൾ പിന്നെ എന്തായാലും അത് ശരിയാവാനുള്ള സാധ്യതയുണ്ട് എന്ന് ആര്യം പറയുമ്പോൾ എന്താണോ ഇത്? അതായത് ലാസ്റ്റ് ഓവറിൽ 36 റൺ ജയിക്കാൻ ബാക്കിയുള്ളപ്പോൾ ഒരു പ്ലെയർ വന്നിട്ട് 6 ബോൾ 6 അടിക്കുന്നത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷമില്ലേ? ഓ മോനെ, എന്താ ഒരു സുഖം അത് കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഈ പറയുന്ന അളിയലും ഞെളിയലും എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ശിവാംഗിയുടെ ഒരു മ്യൂസിക് നൈറ്റ് അവരവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ അറേഞ്ച് ചെയ്ത മ്യൂസിക് നൈറ്റിൽ സ്റ്റേജിൽ കയറി പാടുന്ന നെവിനെ കണ്ടപ്പോൾ, അക്ബറിനെ കണ്ടപ്പോൾ അവരിന്ന് പാടിയത് മനസ്സ് നിറഞ്ഞിട്ടാണ്. ഇത്രയും ദിവസങ്ങൾ അവർ ഒരുപാട് അറ്റാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് മോശമായിട്ട് ട്രീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഒത്തിരി സങ്കടപ്പെട്ടിട്ടുണ്ട്, പൊട്ടി കരഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് അവർ പാടിയത് എത്ര ഹാപ്പി ആയിട്ടാണ് എന്ന് കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. അവർ സ്റ്റേജിൽ കയറുന്ന സമയത്ത് ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റൻസും കൈയടിക്കുകയാണ്. ഒരാൾ പോലും അവനല്ലേ പാടുന്നത് എന്ന ഭാവത്തിൽ ഇരുന്നിട്ടേ ഇല്ല. അതിവർ ഏൺ ചെയ്തെടുത്തതാണ്. ഞാൻ സ്റ്റേജിൽ കയറുമ്പോൾ ഞാൻ അവരാരെയും മനസ്സുകൊണ്ട് വേദനിപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആഴത്തിൽ മറക്കാനാവാത്ത മുറിവുകൾ ആർക്ക് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ സന്തോഷിക്കുമ്പോൾ അവർ സന്തോഷിക്കും എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ ആ ബന്ധങ്ങളെ നിലനിർത്തിക്കൊണ്ട് പോരാൻ ഇവർക്ക് പറ്റിയെന്നുള്ളതിൻ്റെ തെളിവാണ്. രേണു സുധിയും സരികയും ഒക്കെ സ്റ്റേജിൽ കയറി മനസ്സ് നിറഞ്ഞു പാടുമ്പോൾ ഇവരുടെ ഒന്നും ഉള്ളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാലങ്ങൾ എത്ര കഴിഞ്ഞാലും ഉണങ്ങാത്ത മുറിവുകൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കി വെച്ചിട്ടില്ല, ഒരാളൊഴിച്ച്. ഈ ഗ്രാൻഡ് ഫിനാലയിൽ റിസൾട്ടൊക്കെ അനൗൺസ് ചെയ്യുന്ന സമയത്ത് അക്ബറും നെവിനും ഒക്കെ അവർക്ക് കപ്പ് കിട്ടണമെന്നൊന്നുമില്ല. 3rd, 4th, 5th പൊസിഷൻ ആയിക്കോട്ടെ, 5th പൊസിഷനിൽ അവർ വന്നാൽ പോലും ഈ ഔട്ടായി പോയ ഓരോ കണ്ടസ്റ്റൻറ്റും അവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് മനസ്സ് നിറഞ്ഞ് കൈയടിക്കും. കാര്യം അവരുടെ ഒന്നും മനസ്സിൽ ഇവരുണ്ടാക്കിയ മുറിവുകളില്ല, കൊടുത്തിട്ടുള്ള സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ അവർ ഗെയിം കളിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ബിഗ് ബോസ് എല്ലാവരെയും വിളിച്ചിരുത്തിയിട്ട് നിങ്ങളുടെ ഫ്യൂച്ചറൊക്കെ നന്നായി വരട്ടെ എന്ന് പറയുമ്പോൾ ജിസയിൽ അങ്ങോട്ട് ആശംസ കൊടുക്കുകയാണ്. ബിഗ് ബോസ് നിങ്ങളും നന്നാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു നല്ല ആശംസയായിരുന്നു. അതിനുശേഷം നൂറയുടെ വക ഒരു വിക്ടിം കാർഡ് ഇറക്കലുണ്ടായിരുന്നു. അക്ബറിനോട് ചെന്നിട്ട് എന്തിനാ ഈ വിഷയം വീണ്ടും സംസാരിപ്പിക്കുന്നത്, ഇത് എന്തിനാ ഇങ്ങനെ മോശമാക്കുന്നതെന്ന്. അപ്പോൾ അക്ബർ കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്, എനിക്ക് കപ്പല്ല വിഷയം, ഇതൊന്നും പറയാണ്ട് ഇവിടുന്ന് പോകാൻ പറ്റില്ല, ഇതൊക്കെ പറഞ്ഞു തീർക്കാണ്ട് ഇവിടുന്ന് പോയാൽ നാളെയും ഇവിടെ മത്സരാർത്ഥികൾ വരേണ്ടതാണ്. അത് ബിഗ് ബോസും കൂടി ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ബിഗ് ബോസിൻ്റെ ഫ്യൂച്ചറിൽ ഇനിയും സീസണുകൾ ഉണ്ടാവും, അവിടെയൊക്കെ മത്സരാർത്ഥികൾ വരും, അവിടെയൊക്കെയും അനുമോളെ പോലെ പ്ലാൻ ചെയ്യുന്ന മത്സരാർത്ഥികൾ വരും, ആദിലയും നൂറയും പോലെ കളിക്കുന്ന മത്സരാർത്ഥികൾ വരും, അവിടെ അക്ബറിനെ പോലെയുള്ള മത്സരാർത്ഥികളും വരും, ഷാനവാസിനെ പോലെയുള്ളവരും, ആര്യനെ പോലെയും നെവിനെ പോലെയും, അങ്ങനെ എല്ലാവരും വരും. പക്ഷേ ചെയ്യാത്ത കുറ്റങ്ങൾക്ക് ഏറ്റവും ഫോൾസ് അലിഗേഷൻസ് കേൾക്കേണ്ടി വരികയും അകത്ത് മര്യാദയ്ക്ക് ഗെയിം കളിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ പുറത്ത് സ്വന്തം കുടുംബാംഗങ്ങൾ പോലും ആക്രമിക്കപ്പെടും എന്നൊരു സാഹചര്യത്തിലേക്കും അതെത്താൻ പാടില്ല. ഈ വൃത്തികെട്ട ഗെയിമിങ് അത് ഈ സീസണോടുകൂടി ചോദ്യം ചെയ്യപ്പെട്ട് അവസാനിപ്പിക്കപ്പെടുകയാണെങ്കിൽ അത്രയും നല്ലത്. അതുകൊണ്ട് ഞാനിത് ചോദ്യം ചെയ്യും, അത് വെളിച്ചത്ത് കൊണ്ടുവരും, എനിക്ക് കപ്പല്ല വിഷയം എന്ന് അക്ബർ പറഞ്ഞില്ലേ, അപ്പോൾ ഒരു കപ്പെടുത്ത് അക്ബറിൻ്റെ കയ്യിൽ കൊടുക്കണം. അനുമോൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ബിഗ് ബോസിന് കണ്ടൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, വാങ്ങിച്ച കാശിന് കണ്ടൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്, അല്ലാതെ എനിക്ക് വലിയ ആവശ്യമൊന്നും ഉണ്ടായിട്ടല്ല എന്നുള്ള രീതിയിൽ. ശരിക്കും അക്ബർ ഇവിടെ കണ്ടൻറ്റ് മാത്രമല്ല കൊടുക്കുന്നത്, ബിഗ് ബോസിന് ഫ്യൂച്ചർ കണ്ടസ്റ്റൻസിനെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ഇങ്ങനെ ചോദ്യം ചെയ്യപ്പെടും, എത്രയൊക്കെ വേട്ടയാടപ്പെട്ടാലും നമുക്കൊരു ദിവസം വരും, ഇതൊക്കെ തെളിയുന്നൊരു ദിവസം വരും എന്ന് പറയുന്നൊരു പ്രത്യാശയോടുകൂടി അന്ന് ആക്രമിക്കപ്പെടുന്ന പല പ്ലെയേഴ്സും കാത്തിരുന്ന് നല്ല ഗെയിം കൈവിട്ട് കളയാതിരിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ചില നിമിഷങ്ങൾ ഇവിടെ ഉണ്ടാവണം. കാരണം കണ്ടസ്റ്റൻസ് ഉണ്ടെങ്കിലേ കണ്ടന്റ് ഉണ്ടെങ്കിലേ ബിഗ് ബോസ് ഉള്ളൂ. ഇതിൻ്റെ ഇടയിൽ ബിഗ് ബോസിൻ്റെ ഒരു തത്വമസി പരിപാടിയും കൂടി നമ്മൾ പറയാതിരുന്നു കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് തോന്നുന്നു. അതൊരു കിടിലൻ പരിപാടിയായിരുന്നു. ആദ്യം അനീഷിനെയാണ് വിളിച്ചത്. അനീഷിനെ വിളിക്കുമ്പോൾ അയാളുടെ 4 ചുറ്റും കണ്ണാടികൾ വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിലൊരു കണ്ണാടിയുണ്ട്, ബാക്കിലുണ്ട്, 2 സൈഡിലുമുണ്ട്. ആ കണ്ണാടികൾ വെച്ചിട്ട് അയാളെ തന്നെ കാണുന്ന രീതിയിൽ നിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് ബിഗ് ബോസ് അയാളോട് സംസാരിക്കുന്നത്, താങ്കൾ ഇതുവരെ കടന്നു വന്നിട്ടുള്ള വഴികൾ ഇങ്ങനെയാണ്, അങ്ങനെ ചെയ്തല്ലോ, ഇങ്ങനെ ചെയ്തല്ലോ, താങ്കളുടെ മനസ്സിൽ സൗഹൃദമുണ്ടായല്ലോ, പ്രണയം വരെ ഉണ്ടായല്ലോ, ഇപ്പോൾ എന്ത് തോന്നുന്നു, നിങ്ങൾക്ക് നിങ്ങളോട് പറയാൻ എന്താണുള്ളത് അത് ഇവിടെ പറയൂ എന്ന് പറഞ്ഞൊരു സുവർണ്ണ അവസരം കൊടുക്കുകയാണ്. ആ സമയത്ത്
നമ്മളിങ്ങനെ ഇരുന്ന് ആലോചിച്ചു എന്തിനാണ് ഫ്രണ്ടിൽ ഒരു കണ്ണാടി വെച്ചിട്ട് അയാൾ അങ്ങനെ നിർത്തിയിട്ടുണ്ടാവുക. ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന വ്യക്തിയെ ഇവർ ശബ്ദം കൊണ്ട് മാത്രമേ കേട്ടിട്ടുള്ളൂ. നേരെ മുന്നിൽ നിൽക്കുന്ന സെൽഫിനോട് വളരെ സ്ട്രോങ് ആയി സംസാരിക്കാൻ, ഉള്ളിലുള്ളത് മുഴുവൻ പറഞ്ഞ് ആശ്വാസം കണ്ടെത്താൻ ഇവർക്ക് ഇപ്പോൾ ഒരു ചാൻസ് കൊടുത്തിരിക്കുകയാണ്. മുൻപ് ഇവർക്ക് ഇതുപോലെ ഉള്ളിലുള്ളതൊക്കെ പറഞ്ഞ് ആശ്വാസം കണ്ടെത്തണമെങ്കിൽ ബിഗ് ബോസിനോട് എന്നെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കൂ എന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലണം, അല്ലെങ്കിൽ ക്യാമറയിൽ നോക്കി സംസാരിക്കണം. ബിഗ് ബോസ് ഹൗസിൽ ഒരുപാട് കണ്ണാടികൾ ഇരിപ്പുണ്ട്, വേണമെങ്കിൽ കണ്ണാടി നോക്കി അവർക്ക് സംസാരിക്കാം. പക്ഷേ അപ്പോഴൊന്നും ഈ പ്രൈവസി എന്ന് പറയുന്ന ഒരു മാറ്റർ വരുന്നില്ല. ഇത് ഇവർ മാത്രമുള്ള ഒരു മുറിയിൽ, ഒരു ഇരുട്ട് മുറിയിൽ, അല്ലെങ്കിൽ മറ്റെല്ലാ ഭാഗവും ഡാർക്കായിട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ഇവരുടെ പ്രതിബിംബത്തെ മാത്രം നോക്കിയാണ് ഇവർ സംസാരിക്കുന്നത്. അനീഷ് അയാൾ ആദ്യം വളരെ റിയലായിട്ട് സംസാരിച്ചു തുടങ്ങിയെങ്കിലും പിന്നീട് ഗെയിമിൻ്റെ ഒരു ട്രാക്കിലേക്കൊക്കെ വരുന്നുണ്ട്. പക്ഷേ അപ്പോഴും അനീഷിനോട് സംസാരിക്കുകയാണ്, വേറൊരു വ്യക്തിയായി മാറി നിന്ന് സംസാരിക്കുകയാണ്, ബിഗ് ബോസ് സംസാരിക്കുന്ന പോലെ. അതൊരു ഭയങ്കര പവർഫുൾ പൊസിഷനിലേക്ക് നമ്മളെ കൊണ്ടുവരും. നമ്മുടെ ഉള്ളിലുള്ള ഒരുപാട് കാര്യങ്ങളെ എക്സേർട്ട് ചെയ്ത് വിടാൻ സഹായിക്കും. പിന്നീട് വരുന്ന അക്ബറിൻ്റെ സംസാരം കേൾക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. തുടക്കത്തിൽ ബിഗ് ബോസ് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുമ്പോൾ അക്ബറിൻ്റെ മുഖത്ത് വരുന്ന ചില മാറ്റങ്ങളുണ്ട്. പക്ഷേ സംസാരിക്കുന്ന ഓരോ സമയത്തും അക്ബർ ചൂണ്ടുവിരലെടുത്ത് അക്ബറിൻ്റെ പ്രതിബിംബത്തെ ചൂണ്ടിയാണ് സംസാരിക്കുന്നത്. അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ അക്ബർ വളരെ കോൺഫിഡൻ്റ് ആണ്. ഈ പറയുന്ന ബിഗ് ബോസ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുണ്ടോ, ആ ബിഗ് അതോറിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്. അതിനൊന്ന് പുറത്തേക്ക് കൊണ്ടുവരണം. ആ കൊണ്ടുവരലിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന കോൺഫിഡൻസ് അതിഭീകരമാണ്. നമ്മൾ ശബരിമലയിൽ ചെന്ന് കയറുന്ന സമയത്ത് അവിടെ തത്വമസി എന്ന് എഴുതി വെക്കുന്നത് അത് നീയാകുന്നു എന്നുള്ളതാണ്. നീ ആരെയാണോ എന്തിനെയാണോ അന്വേഷിച്ചു വന്നത് നിൻ്റെ ഉള്ളിലുണ്ടെന്ന് എന്ന് പറയുന്ന പോലെ ബിഗ് ബോസ് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലൊരു ബിഗ് ബോസ് ഉണ്ട്, ഫൈൻഡ് ഹിം ആൻഡ് ടോക്ക് ടു ഹിം. അതൊരു ഭയങ്കര സംഭവമായിരുന്നു. അങ്ങനെ ആകെ നമ്മുടെ ഈ 96-ാം ദിവസത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തീർക്കുമ്പോൾ ഇനി 6 പേരാണ് അവിടെ മിച്ചമുള്ളത്. 95-ാമത്തെ ദിവസം ആദില എവിക്റ്റായി പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ നൂറയും അക്ബറും ഷാനവാസും അനുമോളും നെവിനും അനീഷുമാണ് ബാക്കിയുള്ളത്. ഇതിലൊരാൾ കൂടി ഫിനാലെ ദിവസത്തിലേക്ക് വരുന്നതിനും ഇനിയിപ്പോൾ ഒരു ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. അപ്പോൾ ഫിനാലേക്ക് മുമ്പ് എവിക്റ്റായി പോകാൻ സാധ്യതയുണ്ട്. അത് മിക്കവാറും നൂറ തന്നെ ആയിരിക്കുമെന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കാരണം ആദില നൂറമാരുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് അത് 2 പേർക്കും ഏതാണ്ട് ഒന്ന് തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ ഇത്രയും ദിവസങ്ങളിലും വോട്ടിംഗ് നടന്നിട്ടുണ്ടാവും. ഒരു സെറ്റ് ഓഫ് വോട്ടുകൾ ആദിലയ്ക്ക് ഓൾറെഡി സ്പ്ലിറ്റായി പോയിട്ടുണ്ടാവും. നൂറയ്ക്ക് അതിൻ്റേതായിട്ടുള്ള പെർസെൻറ്റേജ് കുറവ് സംഭവിക്കും. ഇനിയിപ്പോൾ ആദില ഔട്ടായതിന് ശേഷം വോട്ടിംഗ് എത്ര കൂടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് നൂറയെ ഹെൽപ്പ് ചെയ്യണമെന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ നൂറയാണ് ഡേഞ്ചർ സോണിൽ നിൽക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബാക്കി എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് വരുന്ന ദിവസത്തെ എപ്പിസോഡും കൂടി കാണുമ്പോൾ അറിയാം. എന്തായാലും വളരെ കുറച്ച് മണിക്കൂറുകൾ കൂടിയേ ബാക്കിയുള്ളൂ ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിൻ്റെ വിന്നർ ആരാണ് എന്നറിയാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ വിന്നർ ആരാണ് എന്നറിയാനുള്ള കൗതുകത്തേക്കാൾ കൂടുതൽ ആ അവസാന ദിവസം വരെ ഇനി സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളിൽ അതിൽ നീതി കിട്ടേണ്ട ആളുകൾക്ക് നീതി കിട്ടുന്നത് കാണുമ്പോഴുള്ള സന്തോഷം, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ബിഗ് ബോസ് കാണുന്നത്. എന്തായാലും ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് രസമുള്ളൊരു കാഴ്ച ഉണ്ടെന്നും കൂടി പറയാം. അനീഷേട്ടൻ്റെ അടുത്ത് യാത്ര പറയുമ്പോൾ ജിസേൽ പറഞ്ഞത്, എനിക്കൊരു പെങ്ങളുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കെട്ടിച്ച് തന്നേനെന്നാണ്. എനിക്ക് നിങ്ങളെ ഒരു അളിയനായി സ്നേഹിക്കാനാണ് ഇഷ്ടം എന്നവിടെ ജിസേൽ പറയാതെ പറയുകയായിരുന്നു. ആ ഒരു യാത്ര പറച്ചിലിൻ്റെ സമയത്ത് കണ്ണാന്തുമ്പി പോരാമോ പാട്ടും അതിൻ്റെ മൊമെൻറ്റ്സും ഒക്കെ മനസ്സിലേക്ക് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് സൗഹൃദത്തിൻ്റെ പാട്ടുകൾ പുറത്തിറങ്ങുന്ന ഓരോ ആളുകൾക്കും പറയാനും പാടാനും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക. നിങ്ങളുടെ ഹൈപ്പുകളൊക്കെ തീർന്നിരിക്കുകയാണെന്നാണ് ഞാനും മനസ്സിലാക്കുന്നത്. ലാസ്റ്റ് വീഡിയോസിലൊക്കെ ഹൈപ്പ് കുറവായിരുന്നു. ഇറ്റ്സ് ഓക്കെ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്. പക്ഷേ ഇത്രയും നിങ്ങൾ ഹൈപ്പ് തന്ന് നമ്മൾ ഇന്ത്യയിലെ ടോപ്പ് ഹൈപ്ഡ് 100 വീഡിയോസിൽ 5 എണ്ണം നമ്മുടെ ഈ ചാനലിൽ നിന്നുള്ളതാണെന്നുള്ളത് ഒരു വലിയ സന്തോഷമാണ്, അഭിമാനമാണ്. നിങ്ങളാണതിന് കാരണം. താങ്ക് യു സോ മച്ച്. ബൈ.